ഹലോ, എല്ലാവർക്കും എസ്ട്രേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലെയിൻ ഫാബ്രിക്സ് ഒക്കെ കാണിക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോസിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ കോട്ടൺ ചെക്കോട്ട സാരീസും അതുപോലെ സിൽക്കി കോട്ട സാരീസും നമ്മൾ പ്ലെയിൻ ഫാബ്രിക് ആയിട്ട് സെല് ചെയ്യുന്നുണ്ട്. അപ്പം ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരാറുള്ളതാണ് ഈ ഒരു സാരീസിന്, പ്ലെയിൻ സാരീസിന്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ കൂടെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വരുമോ, അതായത് നമുക്ക് ഈ ഒരു സാരി വാങ്ങിക്കുമ്പോൾ 6.5 മീറ്റർ ആയിട്ട് അവൈലബിൾ ആവുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നത്. എങ്ങനെയെങ്കിലും ബ്ലൗസൂടെ സെയിം മെറ്റീരിയൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഒത്തിരി ആൾക്കാർ അന്വേഷിക്കാറുണ്ട്. അപ്പൊ അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഈ പ്രാവശ്യം കോട്ടൺ ചെക്കോട്ട സാരീസ് വന്നിരിക്കുന്നത് 6.5 മീറ്റർ ആയിട്ടാണ്. കുറച്ച് കളേഴ്സിനൊക്കെ നമുക്കത് 5.5 മീറ്റർ സാരി ആയിട്ടും 1 മീറ്റർ ബ്ലൗസ് ആയിട്ടും വരുന്നുണ്ട്. ചില മെറ്റീരിയൽസിലൊക്കെ നമുക്ക് 6.5 മീറ്റർ ഒറ്റ പീസ് ആയിട്ട് വരുന്നുണ്ട്. മെജോറിറ്റി കളേഴ്സിലും അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് 6.5 മീറ്റർ ഒറ്റ പീസ് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാരീസ് നിങ്ങൾക്ക് ബ്ലൗസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ നല്ല നീളത്തിൽ, അതായത് മണ്ണൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഇച്ചിരി ഏറെ ഫ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്ന പോലെ അങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം. അല്ല 1 മീറ്റർ മുറിച്ചെടുത്തിട്ട് ബ്ലൗസ് ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് സാരീസ് ഒക്കെ ഇന്ന് കാണാം. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ഈ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഒണിയൻ പിങ്ക് ഷെയ്ഡ് നമുക്ക് ഓൾറെഡി എപ്പോഴും വരാറുള്ള ഒരു ഷെയ്ഡ് തന്നെയായിരുന്നു. ഒത്തിരി ആൾക്കാർ എൻക്വയറീസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് ഒണിയൻ പിങ്ക്. ഇതെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൗസും അതുപോലെ സാരി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ 5.5 മീറ്റർ പ്ലസ് 1 മീറ്റർ കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസിനും വ്യത്യാസം വരുന്നുണ്ട്. നേരത്തെ നമുക്ക് 575 ആയിരുന്നു ഒരു സാരിക്ക് റേറ്റ് വന്നിരുന്നത്. ഇപ്പൊ നമുക്ക് 675 ആണ്, പ്ലസ് അഡീഷണൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ്റെ ഡാർക്കർ ഷെയ്ഡ് സാരിയാണ്. ഇത് നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന കുറച്ചും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡ് ആയിരുന്നു ഈ ഒരു ഒലിവ് ഗ്രീൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് ഈ 2-3 ആഴ്ചത്തെ സ്റ്റോക്ക് ആയിട്ട് കുറച്ചുകൂടെ ഡാർക്കർ വേർഷൻ ആണ് ഈ ഒരു വരുന്നത്. എന്നാലും അത് ഒത്തിരി ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു ഒലിവ് ഗ്രീൻ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ ഡെയിലി വെയറിനൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ആൾക്കാരും ഡാർക്ക് കളേഴ്സാണ് കൂടുതൽ ചോദിക്കുന്നത്. ഇപ്പൊ പള്ളിയിലോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൊടുക്കുന്നവരാണ് കൂടുതൽ ഈ ലൈറ്റ് ഷെയ്ഡ്സ് ചോദിക്കുന്നത്. കൂടുതലും നമുക്ക് അല്ലാതെ ഡെയിലി വെയർ ആയിട്ട് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ അവർക്കൊക്കെ വേണ്ടിയൊക്കെ ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും കൂടുതലും നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഇത് നമ്മുടെ ചിക്കു ഷെയ്ഡാണ്. നമുക്ക് കുറച്ച് പ്രാവശ്യമായിട്ട് ചിക്കു ഷെയ്ഡ് ഇല്ലാതിരിക്കുമായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം ചിക്കു ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കു ഷെയ്ഡ്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. പിസ്ത ഗ്രീൻ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നതും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതും ഒക്കെ ഉള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്ലെയിൻ സാരീസിന് അത്യാവശ്യം നല്ല എൻക്വയറീസ് വരാറുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ഡിമാൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകും. നമുക്ക് ഈ പറഞ്ഞ വീഡിയോ ചിലപ്പോഴൊക്കെ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മുടെ ഷൂട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ ചില സ്റ്റോക്ക് ഒക്കെ ഈ പറഞ്ഞ ക്ലിയർ ആവാറുണ്ട്. അതുകൊണ്ട് വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിലപ്പോൾ കളേഴ്സ് ഇല്ലാതെ വരാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ ഒരു സാധനം വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പ്ലെയിൻ സാരീസ് ഉണ്ടോ എന്ന് ചോദിച്ച് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അന്നേരം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് അവർക്ക് അയച്ചു കൊടുക്കും. ചില കളേഴ്സ് ഒക്കെ ഈ പറഞ്ഞ ഡിമാൻഡുള്ള കളേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും. ഇത് നമ്മുടെ മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ ഒത്തിരി എൻക്വയറീസ് ഉള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഡാർക്ക് ഷെയ്ഡ്സ് ആകുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഈ ഒരു സ്കൂൾ ടൈം ഒക്കെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ കൂടുതലും അവർ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ ഈ കോട്ട സാരീസ് കൂടുതലും. അതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ള ഒരു സമയമാണ് ഇപ്പം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡ് നമുക്ക് അത്യാവശ്യം എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഓഫ് വൈറ്റ്. ഒത്തിരി ആൾക്കാർ ചർച്ച് വെയർ ആയിട്ടൊക്കെ ചോദിക്കുന്ന കളറാണ് ഓഫ് വൈറ്റ്. അതുപോലെ നമ്മുടെ കയ്യിൽ വൈറ്റും അവൈലബിൾ ആയിട്ടുണ്ട്. ഓഫ് വൈറ്റും രണ്ടും അവൈലബിൾ ആയിട്ടുണ്ട്. രണ്ടും ഈ പറഞ്ഞ ബ്ലൗസും അവൈലബിൾ ആണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വൈറ്റ് സാരീസ് ഒക്കെ, നമ്മൾ വൈറ്റ് സാരീസ് പൊതുവെ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും ബ്ലൗസ് കൊടുക്കുക. കാരണം നമുക്ക് വൈറ്റ് സാരീസ് പൊതുവെ ഒത്തിരി ഓർഡേഴ്സ് വരുന്ന കാരണം നമ്മൾ സാരി എടുത്ത് വെച്ചിട്ടാണെങ്കിലും ബ്ലൗസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ബാക്കി കളേഴ്സിനൊക്കെ നമുക്കിപ്പം ബ്ലൗസ് ആയിട്ട് ചെയ്ത് കൊടുക്കാനാണെങ്കിലും ഇപ്പം പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്ലൗസോടുകൂടി മെറ്റീരിയൽ വരുന്ന കാരണം കസ്റ്റമൈസ് ഓർഡറിലാണെങ്കിലും നമുക്ക് ബ്ലൗസ് ഇൻക്ലൂഡ് ആക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. പൗഡർ ബ്ലൂ ഷെയ്ഡും ഈ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി എൻക്വയറീസ് ഒക്കെ വരുന്ന, ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഒരു കളർ കോമ്പിനേഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ, അതായത് എല്ലാ എംബ്രോയിഡറി ഒക്കെ ചെയ്താലും നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു പൗഡർ ബ്ലൂ. അപ്പൊ അത് ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു കളറാണ്. അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്, ഇനിയിപ്പം സമ്മറൊക്കെ കഴിഞ്ഞ കാരണം ഇനിയിപ്പോൾ എല്ലാവർക്കും ബ്ലാക്കിലേക്കൊക്കെ തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബ്ലാക്കും ഈ പറഞ്ഞുള്ള നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് സമ്മർ സീസണിലാണെങ്കിൽ പോലും ബ്ലാക്കിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് നമുക്ക് എപ്പോഴും ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കളറാണല്ലോ. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡ്. പിങ്കും നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പിസ്ത ഗ്രീൻ്റെ ഡാർക്കർ ഷെയ്ഡ്, നമുക്ക് ലാസ്റ്റ് ടൈം പുതിയതായിട്ട് വന്ന ഒരു ഷെയ്ഡായിരുന്നു പിസ്ത ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ്. അതും നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പിസ്ത ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡും നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്.
ഒത്തിരി ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയ കളറായിരുന്നു. വരുമ്പം ഇൻഫോം ചെയ്യണമെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു. അതുപോലെ നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്തിട്ടാണെങ്കിലും അതുപോലെ പ്ലെയിൻ ആയിട്ടാണെങ്കിലും ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ ലെമൺ യെല്ലോ ഷെയ്ഡ്. ലെമൺ യെല്ലോ ഈ പറഞ്ഞ പോലെ ചില സമയത്ത് നമുക്ക് കിട്ടാനില്ലാതെ വരും. ഇത് ഇപ്രാവശ്യം എന്താണെന്ന് നമുക്ക് ലെമൺ യെല്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ലെമൺ യെല്ലോയും നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സാണ് നമുക്ക് ആ ഒരു കോട്ടൺ കോട്ടായിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് 6.5 മീറ്റർ ആയിട്ട് കോട്ടൺ കോട്ടായിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ഷെയ്ഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് സിൽക്കി കോട്ടയുടെ ഷെയ്ഡ്സ് കൂടെ ഒന്ന് കാണാം. സിൽക്കി കോട്ടായാലും നമുക്ക് ഈ പറഞ്ഞ കുറച്ച് പുതിയ ഷെയ്ഡ്സും അതുപോലെ നമുക്ക് വരാത്ത മീൻസ് സ്റ്റോക്ക് ഔട്ട് ആയിരുന്ന കുറച്ച് ഷെയ്ഡ്സും ഒക്കെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡ്. ഒലിവ് ഗ്രീൻ ഷെയ്ഡ് നമുക്ക് നേരത്തെ ഒരു ഇതിലുണ്ടായിരുന്ന ഒരു ഷെയ്ഡായിരുന്നു. നമുക്ക് നേരത്തെ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഷെയ്ഡായിരുന്നു. അത് കഴിഞ്ഞത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കുമായിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നോക്കിയിട്ട് നമുക്ക് കിട്ടാതിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് നമുക്ക് ഈ പ്രാവശ്യം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒക്കെ ചേരുന്ന പോലത്തെ, അതായത് ഏത് ഏജ് ഗ്രൂപ്പിനാണെങ്കിലും അതുപോലെ നമുക്ക് വർക്ക് നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരെടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും ഈവൻ ചർച്ച് വെയർ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയാണെങ്കിലും ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു കളറാണ്. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഐവറി ഷെയ്ഡ്, ക്രീം കളറാണെന്ന് വെച്ചാൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ല, കറക്റ്റ് ഐവറി ഷെയ്ഡ് വരുന്ന പോലത്തെ ഈ ഒരു ഷെയ്ഡ്. അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഐവറി ബേജ് എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡ് ആട്ടോ ഇത്. നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ഗ്രേ കളർ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രേ ഷെയ്ഡ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ്. ഒത്തിരി ഡാർക്ക് ഗ്രേ അല്ല, കുറച്ചൊരു പേസ്റ്റൽ ഗ്രേ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് നമുക്ക് എല്ലാ സ്റ്റോക്കിലും വന്ന് ഒത്തിരി ആൾക്കാരും ചോദിക്കുന്ന നമ്മുടെ ലാവൻഡർ ഷെയ്ഡും ഈ പറഞ്ഞ പോലെ ഒത്തിരി മൂവിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ ഉടുക്കാൻ പറ്റുന്നത്. അതുപോലെ ഇനിയിപ്പോൾ മഴക്കാലം അയക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സിൽക്കി കോട്ട കുറച്ചും കൂടി ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റും. കാരണം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒന്നും നനഞ്ഞാലോ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് കഴുകിയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും കുറച്ചും കൂടി ഈസി ആയിരിക്കും. പശയൊന്നും മുക്കണ്ടാത്തത് കൊണ്ട് ഉണങ്ങാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും സിൽക്കി കോട്ട ആകുമ്പോഴത്തേനും. സിൽക്കി കോട്ടയിൽ വൈറ്റും നമുക്ക് വന്നിട്ടുണ്ട്. വൈറ്റിൽ ഈ പറഞ്ഞ നമുക്ക് ചെയ്ത് എംബ്രോയിഡറി ചെയ്തിട്ടാണെങ്കിലും അതുപോലെ സൽവാർസ് ഒക്കെ ആയിട്ടാണെങ്കിലും ഒക്കെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് വൈറ്റും നമുക്കുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പീച്ച് ഷെയ്ഡ്, ഒരു പീച്ച് ഷെയ്ഡാണ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ടൈമും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നമ്മൾ എന്ത് സാധനത്തിലാണെങ്കിലും പീച്ച് കൊണ്ടുവന്നാൽ അത്യാവശ്യം നല്ല മൂവിങ് ആണ്. നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസിലൊക്കെ ആണെങ്കിലും പീച്ച് ഷെയ്ഡ്സ് വരുമ്പോൾ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് പീച്ച്. ഇപ്പം നമ്മുടെ പ്ലെയിൻ സാരീസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഒരു വൈൻ കളർ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇനിയിപ്പം എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ല, കുറച്ചൊരു ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സിൽക്കി കോട്ടയിൽ നമുക്ക് ഒത്തിരി ബ്രൈറ്റ് ഷെയ്ഡ്സ് വരാം. ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ, അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് മാത്രമേ നമുക്ക് ഡാർക്കർ ഷെയ്ഡ്സ് സിൽക്കി കോട്ടയിൽ കൂടുതലും വരാറുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഷെയ്ഡ് ഈ വൈൻ ഷെയ്ഡ്. നമുക്കിത് ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു വൈൻ ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്, അത് നമുക്ക് നേരത്തെ ഒക്കെ വരാറുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്യാറുള്ളത് ബ്ലാക്ക് ഷെയ്ഡ്. ഇത്രയും സാരീസാണ് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്ലെയിൻ സാരീസിൽ അവൈലബിൾ ആയിട്ടുള്ള. സിൽക്കി കോട്ട നമുക്ക് 5.5 മീറ്റർ സാരി ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള. നമുക്ക് ബ്ലൗസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമുക്ക് സെയിം മെറ്റീരിയൽ ബ്ലൗസ് അവൈലബിൾ ആകത്തില്ല. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 2x2 അല്ലെങ്കിൽ പറയുന്ന എന്ത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ബ്ലൗസ് ചെയ്ത് വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് ബ്ലൗസ് സിൽക്കി കോട്ടയിൽ അവൈലബിൾ അല്ല. അപ്പൊ അതിന്റെ റേറ്റ് അതുകൊണ്ട് തന്നെ 575 തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. മറ്റേത് നമ്മൾ 6.5 മീറ്റർ ആയതുകൊണ്ട് അതിന്റെ റേറ്റ് മാത്രം 675 ആയി. 100 rupees വ്യത്യാസമുണ്ട്. ബ്ലൗസ് കൂടെ ഇൻക്ലൂഡ് ആവുന്നതിന്റെ ആ ഒരു ചാർജ് ആണ്. അപ്പൊ ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇപ്പം സ്റ്റോക്കിലുള്ളത്. അപ്പൊ ഈ കളേഴ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ അല്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടല്ല തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഫോട്ടോസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളതനുസരിച്ച് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും.
അല്ലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അതിന്റെ എത്രമാത്രം സീ ത്രൂ ആണ്, ട്രാൻസ്പെറന്റ് ആണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ അത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു മെറ്റീരിയലൊക്കെ വർക്ക് ചെയ്ത് തരാനാണെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഓൾറെഡി നമ്മുടെ ലാസ്റ്റ് വീഡിയോസിലൊക്കെ നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിലൊക്കെ കാണിച്ചിരിക്കുന്ന സാരീസ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇനി സ്റ്റോക്ക് അവൈലബിൾ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു സെയിം മെറ്റീരിയൽ അല്ലെങ്കിൽ സെയിം പാറ്റേൺ നമുക്ക് അവൈലബിൾ ആക്കി തരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് എടുത്ത് തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസൈൻസോ വർക്കോ ഒക്കെ വേണമെന്നൊരു സജഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്ക്സും കസ്റ്റമൈസ് ചെയ്യാനും അതുപോലെ സെയിലിന് നമ്മുടെ ഓൺ ആയിട്ടുള്ള, അതായത് നമ്മൾ തന്നെ ചെയ്യുന്ന മിഷൻ എംബ്രോയിഡറി വർക്ക്സ് നമ്മുടെ ചാനൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പൊ അധികം താമസിയാതെ തന്നെ അതിന്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ അതുപോലത്തെ പുതിയ വർക്കുകളൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്.